ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. റോസ് കഴിഞ്ഞ പിന്നെ റോസിനെ പോലെ മനോഹരമായിട്ട് പൂക്കൾ തരുന്ന മറ്റൊരു ചെടിയാണ് അഡേനിയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അഡേനിയത്തിൻ്റെ കെയർ, അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൂടാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പിന്നെ അഡേനിയത്തിൻ്റെ കുറേ വെറൈറ്റികളെ കുറിച്ചും ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അഡേനിയം ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പോൾ സുപരിചിതമായിട്ടുള്ള ചെടിയാണ്. വളരെ എളുപ്പത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി എന്ന രീതിയിലാണ് പലരും അഡേനിയം വളർത്തുന്നത്. അപ്പോൾ ഈ അഡേനിയൊക്കെ വളർത്തി കുറച്ച് കഴിയുമ്പോഴാണ് പലർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം. നമ്മൾ വിചാരിക്കുന്ന അത്ര പൂക്കൾ അഡേനിയത്ത് വരുന്നില്ല. പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ അഡേനിയം വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്ന കാര്യം, നോർമലായിട്ട് കുറച്ച് വെയിൽ കിട്ടുന്ന മറ്റുള്ള ചെടികളൊക്കെ സാധാരണ പൂക്കൾ ഉണ്ടാവുന്നൊരു സ്ഥലത്ത് അഡേനിയം കൊണ്ടുപോയി വെക്കും. അഡേനിയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വെയിൽ ആവശ്യമുള്ളൊരു ചെടിയാണ്. ഒരു 7 മണിക്കൂറിൽ കൂടുതൽ വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അഡേനിയം നന്നായിട്ട് തുടർച്ചയായിട്ട് പൂത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അഡേനിയത്ത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു 6 മണിക്കൂറാണ് നമ്മൾ എല്ലാ ചെടികൾക്കും വേണ്ട വെയിലിൻ്റെ ഒരു അളവ് പറയാറുള്ളത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക്. എന്നാൽ അഡേനിയത്തിന് അതിലും കൂടുതൽ നന്നായിട്ട് വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ അഡേനിയത്തിനുള്ള മറ്റൊരു സവിശേഷതയാണ്, ചെടി കുറച്ച് കഴിഞ്ഞാൽ വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന ചെടികൾ കുറച്ച് കഴിയുമ്പോൾ കോഡറ്റ്സൊക്കെ നന്നായിട്ട് വലുതായിട്ട് ഒരു ബോൺസായി ലുക്കിലോട്ട് മാറി വന്ന് കമ്പ് വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് നട്ട് വളർത്താം. പക്ഷേ കമ്പ് നമ്മൾ വേര് പിടിപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോഡറ്റ്സ് നമ്മൾ വിചാരിക്കുന്ന അത്ര വളരെ പെട്ടെന്ന് ഉണ്ടായി വരില്ല. ധാരാളം വർഷങ്ങൾ എടുക്കുന്നൊരു പ്രക്രിയയാണിത്. ചില സമയങ്ങളിൽ കമ്പ് നട്ട് കഴിഞ്ഞാൽ കോഡറ്റ്സ് ഉണ്ടാവാറില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ആ രീതിയിലേക്കാണ് അതിൻ്റെ ഒരു വളർച്ച. അപ്പോൾ ഏറ്റവും നല്ലത് വിത്ത് മുളപ്പിച്ച് നമ്മൾ ചെടി ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെടിയിൽ ഒരു ബോൺസായി ലുക്കിലേക്ക് ചെടി മാറി വരികയും ചെയ്യും. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. എല്ലാ ചെടികൾക്കും അതിൻ്റെ ഒരു നെഗറ്റീവ്, ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചെടികൾക്കും അതിൻ്റെ കീടബാധകളൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു വീക്ക് പോയിന്റ്. നമ്മൾ അഡേനിയം ചെടിക്കും യാതൊരു രോഗബാധകളോ കീടബാധകളോ ഒന്നും ഇല്ലാതെ എളുപ്പം വളർത്താൻ പറ്റുന്ന ചെടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അഡേനിയത്തിനും അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഫംഗസ് ബാധയാണ് മെയിനായിട്ട് അഡേനിയത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം. മഴക്കാലങ്ങളിലൊക്കെ നന്നായിട്ട് ഫംഗസ് ബാധ ഏറ്റിട്ട് പലപ്പോഴും പല ആളുകളുടെ ഒരുപാട് കളക്ഷനുകൾ മഴക്കാലങ്ങൾ നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഈ മഴക്കാലങ്ങൾ നമ്മൾ ഈ അഡേനിയത്തിന് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. മഴക്കാലങ്ങൾ നേരിട്ട് വെള്ളം തട്ടുന്ന ഭാഗങ്ങളിൽ അഡേനിയം വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മേജർ പ്രോബ്ലംസ് ആണ് അഡേനിയത്തിൻ്റെ കോഡറ്റ്സ് ഭാഗങ്ങൾ ചീഞ്ഞു പോവുക, വേര് ചീച്ചിൽ, അതുപോലെ തന്നെ കമ്പിന് ചീച്ചിൽ വരിക, പൂക്കൾ കൊഴിഞ്ഞു പോവുക. ചെടിക്ക് ശരിക്കും വെള്ളം ഒരുപാട് കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മഴ ഒരുപാട് കൊണ്ടു കഴിഞ്ഞാലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ കാണിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഴക്കാലങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഒരുപാട് പേർക്കുള്ള പ്രശ്നം, ചെടി വാങ്ങിച്ച് കൊണ്ടുവന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ചെടി അങ്ങ് അഴുകി പോവുക. ഇത് നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുന്ന മിക്സിൽ വെള്ളം കൂടി പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഒരുപാട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. അപ്പോൾ ഈ മഴക്കാലം വരുമ്പോൾ നേരിട്ട് മഴ കൊള്ളുന്ന ഭാഗങ്ങൾ വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നേരിട്ട് മഴയുള്ള ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ കമ്പുകൾക്ക് ചീച്ചിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ ഒരു ചെടി ചീഞ്ഞ് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മൾ പലപ്പോഴും കണ്ടില്ലേ, നമ്മുടെ ചെടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീഞ്ഞ് കമ്പുണക്കം വന്ന് ചീഞ്ഞ് പോകും. അപ്പോൾ നമ്മുടെ അഡേനിയം ചെടിയിൽ ഇടയ്ക്ക് കമ്പുണക്കോ അല്ലെങ്കിൽ കമ്പിന് ചീച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ഫംഗസ് ബാധയാണ്. ആ ഫംഗസ് ബാധയുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അവിടെ നമ്മൾ ഫംഗിസൈഡ് പുരട്ടി കൊടുക്കുക. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെടി നല്ല രീതിയിൽ വളർച്ചയെത്തി നന്നായിട്ട് പൂക്കൾ പിന്നീട് തന്നുകൊണ്ടിരിക്കും. നമ്മൾ അപ്പം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ആ ചെടി നശിച്ചു പോകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിലും അഡേനിയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ വേരുകൾക്ക് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ കോഡറ്റ്സിനൊക്കെ ചീച്ചിൽ വന്നിട്ട് ചെടി നശിച്ചു പോകാറുണ്ട്. അപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഫംഗിസൈഡ് കലക്കിയ വെള്ളത്തിൽ കുറച്ച് നേരം ഈ ഒരു ചെടി ഇട്ട് വെക്കുക, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ചെടിയിലെ ആ ഒരു മേജർ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ചെടി പൂർണ്ണമായിട്ടും ചീഞ്ഞ് പോകാനുള്ള വലിയൊരു ചാൻസാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും അതിൻ്റെ വേരുകൾ പൊട്ടാനും ചിലപ്പോൾ വേരുകൾ നമുക്ക് മുറിച്ച് മാറ്റേണ്ടൊക്കെ ആവശ്യം വരും. ആ സമയങ്ങളിൽ നമ്മൾ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കാതെ, ഫംഗിസൈഡൊന്നും തളിക്കാതെ നമ്മൾ, അല്ലെങ്കിൽ ഫംഗിസൈഡ് മുക്കി വെക്കാതെ നമ്മൾ നേരിട്ട് നട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിലുള്ള ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ ചേർന്നിട്ട് ഈ ചെടിയെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണത്. വളരെ നിസ്സാരമായിട്ട് കൂടുന്ന ഒരു ചെടിയല്ല നമ്മുടെ അഡേനിയം. കുറച്ച് കെയറുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് പ്ലാന്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെടിക്ക് പൂവിടാൻ വേണ്ടി വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വളം കൂടിക്കഴിഞ്ഞാലും
ഇതുപോലെ കുടച്ച് ചീഞ്ഞു പോകും. കെമിക്കൽ ഫെർട്ടിലൈസറുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം കാണാറുള്ളത്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ അളവിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ബാലൻസ്ഡ് ആയിട്ടുള്ള NPK ആണ് അഡേനിയത്തിൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത്. നമ്മൾ പൊട്ടാസ്യം മാത്രമായിട്ടോ അല്ലെങ്കിൽ ഫോസ്ഫറസ് മാത്രമായിട്ടോ നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ചെറിയൊരളവിൽ നൈട്രജനുള്ള ഫെർട്ടിലൈസറും കൂടി അതിന് കൂടുതൽ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പൊട്ടാസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് മാത്രമായിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും കാണാറുണ്ട്, പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൂടിയാണ്. ഈ പൊട്ടാഷൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ പൊട്ടാഷൊക്കെ മണ്ണിൽ അധികം കൂടിക്കഴിഞ്ഞാലും ചെടിക്ക് ദോഷം ചെയ്യും. ആദ്യകാലങ്ങളിൽ ഒരുപാട് പൂക്കളുണ്ടാവും, പിന്നീട് ചെടിയിലെ പൂക്കൾ കുറഞ്ഞു വരുന്നതും ചെടിയുടെ വളർച്ചയൊക്കെ കുറഞ്ഞു പോകുന്നതും ഇതിനൊക്കെ ഒരു പ്രശ്നം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അല്പം നൈട്രജൻ കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും, യൂറിയൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നാൽ നമ്മൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെടിക്ക് ദോഷം തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ട അളവ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസറുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് അളവുകളുണ്ട്, അത് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ബാലൻസ്ഡ് ആയിട്ട് NPK യൂസ് ചെയ്യുന്നതാണ്. ബാലൻസ്ഡ് NPK ആയിട്ടുള്ള 19-19 അല്ലെങ്കിൽ 18-18, 16-16 ഇതൊക്കെ ബാലൻസ്ഡ് NPKകളാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസ്ക് വല്ലാതെ നമുക്ക് ബാധിക്കില്ല, നമ്മുടെ ചെടികളെ ബാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ അളവിൽ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 2 ഗ്രാം ചെടിച്ചട്ടിയിൽ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ, എല്ലാ ഭാഗങ്ങളും തട്ടുന്ന രീതിയിൽ വേരുന്ന അല്പം ഇട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. പൂക്കളുണ്ടാവാനുള്ള ഒന്നാമത്തെ ഘടകമാണ് വളം ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഘടകം നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗങ്ങളിൽ വെക്കുക എന്നാണ്. നന്നായിട്ട് വെയിൽ ആവശ്യമുള്ളൊരു ചെടിയാണ് പൂക്കളുണ്ടാവാൻ. അപ്പോൾ പൂക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് വെയിലുള്ള ഭാഗത്തോട്ട് വെക്കണം. മഴക്കാലങ്ങളിൽ നമ്മളൊരു റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലോട്ട് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ മൂന്നാമത് ചെടിക്ക് നന്നായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ട ഒരു ഘടകമാണ് മണ്ണിൽ അധികം വെള്ളം ഉണ്ടാവാതിരിക്കുക. ഒരു ഡ്രൈനെസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഒരു ഡ്രൈ ആയി കിടക്കുന്ന മണ്ണാണ് അഡേനിയത്തിൽ നന്നായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പ്രൂണിംഗ് ആണ്. ആ ഒരു പ്രൂണിങ്ങിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൂണിങ് കൊടുത്തു കഴിഞ്ഞാൽ അഡേനിയത്തിൽ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവാനും കൂടുതൽ പൂമുട്ടുകൾ ഉണ്ടാവാനും പ്രൂണിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോസിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മുറിപ്പാടിൽ ഫംഗിസൈഡ് എന്തായാലും പുരട്ടി കൊടുക്കണം. അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ഒരു പക്ഷേ ചീച്ചിൽ രോഗം വന്നിട്ട് നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ നമ്മൾ പ്രൂണിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി, പ്രൂണിങ് ഷിയർ അതൊക്കെ നമ്മൾ അണുമുക്തമാക്കണം. ഈ അഡേനിയത്തിന് വളരെ പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ രോഗങ്ങൾ, പൂപ്പൽ രോഗങ്ങൾ. അപ്പം അത് ഏതെങ്കിലും ഒരു കമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡായിട്ട് നമ്മുടെ ചെടിയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ അഡേനിയം വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഡേനിയം നന്നായിട്ട് പൂക്കൾ തരും, നന്നായിട്ട് വളർച്ച ഉണ്ടാകും. നമ്മുടെ ചെടി മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ പറയും എന്താണ് നിങ്ങൾ ഈ ചെടിക്ക് കൊടുക്കുന്ന കെയർ എന്ന്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അഡേനിയം ഒന്ന് വളർത്തി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഡേനിയത്തെക്കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അഡേനിയം വളർത്തുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വീഡിയോ കാണിച്ചതിൽ എത്ര വെറൈറ്റികൾ ഉണ്ടെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.